യൂത്ത് കോൺഗ്രസിനെതിരായ പി.ജെ. കുര്യന്റെ പരാമർശത്തിൽ കോൺഗ്രസിൽ കൂട്ടയടിയാണ്. സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കുര്യൻ പറയുന്നത്. എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഇത്ര ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ. അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ, SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴേ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. എന്നാൽ കുര്യന്റെ വിമർശനം സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം. എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുത്തേനെ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. കുര്യന്റെ വിമർശനം ഏറ്റുപിടിക്കാതെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് ശക്തമായാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ നന്നാകണമെന്ന് മുതിർന്ന നേതാക്കൾ പറയാം. അത് പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംഘടനയുടെ ശാക്തീകരണം, അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവരെ പോലീസ് കിരാതമായിട്ട് മർദ്ദിച്ചവശരാക്കുന്നു, കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും KSU പ്രവർത്തകരും അക്രമത്തിന് വിധേയരാകുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും പി.ജെ. കുര്യന്റെ പരാമർശത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു തമ്മിലടിയാണ് ഇക്കാര്യത്തിൽ പി.ജെ. കുര്യനും യൂത്ത് കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പി.ജെ. കുര്യന് പിന്തുണയുമായി മുതിർന്ന നേതാക്കൾ പോലും വരുന്നില്ല എന്നുള്ളതുമുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പോൾ ഇന്ന് തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണോ പി.ജെ. കുര്യൻ പറയുന്നത്? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദ സന്ദേശമൊക്കെ ഏത് രീതിയിലാണ് പാർട്ടി അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും സ്വാതി, അങ്ങനെ തന്നെയാണ്. പി.ജെ. കുര്യൻ്റെ പ്രതികരണത്തെ തുടർന്നുള്ള വിവാദങ്ങൾ കോൺഗ്രസിനകത്ത് കത്തുകയാണ്. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അതിന് പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായെങ്കിൽ പോലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നതിലാണ് കുറച്ചുകൂടി കടുപ്പിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് രാഹുൽ കടന്നിട്ടുള്ളത്. രാഹുൽ പറയുന്നത് സതുദ്ദേശപരമായിട്ടാണ് പി.ജെ. കുര്യൻ്റെ പ്രതികരണമെങ്കിൽ അതങ്ങനെ എടുക്കാൻ സൗകര്യമില്ല എന്ന തരത്തിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി.ജെ. കുര്യൻ ആ നേതൃയോഗത്തിൽ പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കുകയാണ്. അതുപോലെ ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പി.ജെ. കുര്യൻ പറഞ്ഞത് സതുദ്ദേശപരമായിട്ടാണ് താൻ അക്കാര്യങ്ങൾ പറഞ്ഞതെന്നും അതുപോലെ തന്നെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഗുണമുണ്ടാകുന്ന തരത്തിലായിരുന്നു തൻ്റെ പ്രതികരണമെന്നും ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ യൂത്ത് കോൺഗ്രസിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുമുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നായിരുന്നു പി.ജെ. കുര്യൻ പറഞ്ഞത്. പി.ജെ. കുര്യനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ അത്തരത്തിലുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് ജില്ലാ പ്രസിഡന്റ്